ഹലോ ഡിയേഴ്സ്, സമ്മർ ഹോട്ട് ഡേയ്സ്. എന്തുകൊണ്ടാണ് ഈ സമയത്ത് എല്ലാവരും ഹോട്ടാവുന്നത്? ഏറ്റവും കൂടുതൽ ലൈംഗികതയോടൊരു താല്പര്യം തോന്നുന്നത് എന്തുകൊണ്ടാണ് ഈ സമയത്ത്? ഇനി ചില റീസൺസ് ഒക്കെ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. അതിന് മുമ്പ് ആടുജീവിത സിനിമ കണ്ടോന്നെ നിങ്ങൾ? എന്തൊരു ഫിലിമാണല്ലേ. നമ്മുടെ ഒരു ഉമിനീര് ഇറക്കാൻ പറ്റാണ്ടായിരിക്കും നമ്മൾ ആ സിനിമ കാണുക. അത്രയ്ക്ക് നമ്മൾ അതിൽ ഇൻവോൾവ് ആയിപ്പോവും അല്ലേ. ഒരു മനുഷ്യൻ ജീവിച്ച് തീർത്ത ജീവിതമാണല്ലേ ബെന്യാമിൻ എഴുതി തീർത്തേക്കുന്നത്. നിങ്ങൾ എൻ്റെ ബുക്ക് വായിച്ചിട്ടുണ്ടോ? ശരിക്കും നമ്മൾ വായിക്കുകയോ അല്ലെങ്കിൽ കഥ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഇമാജിനറി വേൾഡിലാണ് നമ്മൾ ആ കഥകളൊക്കെ സൃഷ്ടിക്കുന്നത്. അത് ഭയങ്കരമായിരിക്കും. അപ്പോൾ കുക്കു എഫ്.എമ്മിൽ ജീവിതം ആടുജീവിത ഓർമ്മകളിലെ മരിക്കാറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലെസ്സി ഈ 16 വർഷം ഈ സിനിമ നിർമ്മിക്കാനെടുത്ത എഫേർട്ട്, അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ പങ്കുവെക്കുന്ന ഒരു ഓഡിയോ ബുക്ക് കുക്കു എഫ്.എമ്മിലുണ്ട്. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കിത് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പിന്നെ ഒരു ഓഫറുണ്ട് കേട്ടോ. കുക്കു എഫ്.എം 7 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുക്കു എഫ്.എം എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരുപാട് ബുക്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതൊക്കെ വേണമെങ്കിലും 7 ദിവസത്തേക്ക് ആർമാദിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ആദ്യത്തെ പോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ചെയ്യേണ്ടത് 2 രൂപയ്ക്ക് സബ്സ്ക്രിപ്ഷൻ ചെയ്യണം. കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ 2 രൂപ നിങ്ങൾക്ക് തിരിച്ചു വരും കേട്ടോ. അത് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ഒരു മാസത്തേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ 99 രൂപയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് എടുക്കണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട. ഓക്കെ, അപ്പം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുക്കാം. കയറിയിട്ട് കുക്കു എഫ്.എം എൻജോയ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഈ ചൂട് കാലത്ത് എന്തായിരിക്കും ലൈംഗികതയോട് കൂടുതൽ താല്പര്യം തോന്നുന്നത്? എല്ലാവർക്കും ഹോട്ട് ആയിട്ടൊക്കെ ഇരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ സമയത്ത് നമുക്ക് സൺലൈറ്റ് അടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സെറട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഹാപ്പി ഹോർമോണാണല്ലേ, നല്ല മൂടൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താവും? പങ്കാളിയുമായിട്ടുള്ള ലൈംഗിക ബന്ധം മോസ്റ്റ്ലി ഉണ്ടാവും അല്ലേ. സെറോട്ടോണിനല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊരു കാരണമാണ്. വേറൊരു കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂട് സമയത്ത് നമ്മൾ കോട്ടൻ്റെ ഡ്രസ്സൊക്കെ, കുറച്ച് ഷോർട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിരിക്കും കൂടുതലിടുക. അപ്പോൾ എന്താവും? പങ്കാളി കുറച്ചും കൂടി സെക്സി ആയിട്ട് കാണപ്പെടും അല്ലേ. പിന്നെ മഴയൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ കുത്തിയിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കും അല്ലേ. വെയിലൊക്കെ ആകുമ്പോൾ വെക്കേഷൻ ടൈമാണ്, പുറത്തൊക്കെ പോകുമ്പോൾ പുതിയ സ്ഥലം, പുതിയ റൂം, പുതിയ ഇടങ്ങൾ, അപ്പോൾ നമ്മൾ നല്ല ഹാപ്പി മൂഡിലൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് പുതുമ ഉണ്ടാവും ആളുകളിൽ. അപ്പോൾ ലൈംഗികത കൂടാനുള്ള ചാൻസ് ഉണ്ട്. മെലാറ്റോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ നമ്മൾ ഉറക്കമായിട്ട് ബന്ധപ്പെട്ടല്ലേ. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ നന്നായിട്ട് ഉറക്കമൊക്കെ കിട്ടും. എന്നാൽ ഇങ്ങനെ സൺലൈറ്റ് അടിക്കുമ്പോൾ മെലാറ്റോണിൻ്റെ ആ പ്രൊഡക്ഷൻ ബ്ലോക്ക് ആവുന്നുണ്ട്. അപ്പോൾ എന്താവും? ഉറക്കക്കുറവുണ്ടാവും ആൾക്കാർക്ക് അല്ലേ. അപ്പോൾ ആ ഉറക്കക്കുറവ് എന്താണ്? അപ്പോൾ അങ്ങനെ ഉറക്കക്കുറവുണ്ടാകുമ്പോൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആകാൻ വേണ്ടിയിട്ടൊക്കെ നോക്കും അല്ലേ. അപ്പം ലൈംഗികത സംഭവിക്കും. അപ്പോൾ ഇതൊക്കെയാണ് റീസണായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഈ സമ്മറിൽ ലൈംഗിക വികാരങ്ങളൊക്കെ കൂടാറുണ്ടോ? കമൻറ്റ് ബോക്സിൽ അറിയിക്കും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.